വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഡീകോഡിംഗ് സീരീസ് 20 വരെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഇമോഷണൽ മാനേജ്മെൻറ്റ് വീഡിയോ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻ ബിറ്റ്വീൻ ഇമോഷണൽ മാനേജ്മെൻറ്റ് വീഡിയോ ഈസ് ടേക്കിംഗ് ടു മച്ച് ടൈം. ഇറ്റ്സ് അറൗണ്ട് 30 hours ഓഫ് ഹാർഡ് വർക്ക്. അങ്ങനെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം എഴുതുകയും പറയുകയും കാര്യങ്ങളെല്ലാം ഇൻ എ സിംഗിൾ വീഡിയോ ഐ വിൽ ബി കവറിങ് എവറിത്തിങ്. സോ യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് ആൻഡ് വാട്ട് ഈസ് മൈ എയിം ടു മേക്ക് യു പ്രോഫിറ്റബിൾ. നൗ, എന്താണ് നമ്മൾ ഇവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാസ്ഡാക്കിൽ നമ്മളിന്ന് പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. നാസ്ഡാക്കിൽ നമ്മളൊരു ട്രേഡ് ചെയ്തു, ഒന്നല്ല 2 ട്രേഡ് ചെയ്തു. അപ്പോൾ 2 ട്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിൽ ആദ്യത്തെ ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ കുറച്ച് നേരം വിഷമിപ്പിച്ചാണ് ഇവിടുന്ന് ടാർഗറ്റിലേക്ക് പോയത്. ഐ വാസ് ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ഹിറ്റ് ദ ടാർഗറ്റ്. അപ്പം ഇവിടെ നമ്മൾ ആ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ഞാൻ പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കാണിക്കുന്നത്. സോ ദിസ് വാസ് ദ റെക്കോർഡിങ്. സോ ഈ റെക്കോർഡിങ്ങിൽ ഇവിടെ വെച്ചാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പം ഞാൻ അവിടെ എഴുതി വെക്കുന്നുണ്ട്, ഐ വിൽ നോട്ട് എക്സിറ്റ്, ലെറ്റ് എസ് സി എന്ന് ഞാനിവിടെ എഴുതി വെച്ചു. ആ സമയത്ത് അവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ, ഇതിൻ്റെ ട്രെയിലിംഗ് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ ഇത് കംപ്ലീറ്റ് ഇട്ടാക്കാം. അപ്പം യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ദിസ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് സൗണ്ട് ഇല്ലാതെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ലൈവ് മാർക്കറ്റ് ഇവിടെ ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ എൻട്രി എടുത്തത് സ്വല്പം ഏർലി ആയിപ്പോയി, പക്ഷേ എക്സിറ്റ് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ റീസൺസ് എന്തുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നില്ല പറഞ്ഞു തരണമല്ലോ, അതല്ല ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ സംടൈംസ് നമ്മുടെ കൺവിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ യു വിൽ നോട്ട് എക്സിറ്റ് ദ ട്രേഡ് വാട്ട് എവർ ഹാപ്പൻസ്. കൂടുതൽ വന്നു കഴിഞ്ഞാലും വി വിൽ ഹോൾഡ് ഇറ്റ്. അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. സോ അങ്ങനെ ഉള്ളപ്പം എങ്ങനെ നമ്മളിത് ഹോൾഡ് ചെയ്യും? ഇതുണ്ട്, ഇവിടെ താഴോട്ട് പോവുക. ദെൻ ഐ വാസ് ഷുവർ ദാറ്റ് ഇറ്റ് വിൽ കം ബാക്ക്. സോ യു ആർ വാച്ചിങ് ലൈവ് ട്രേഡ് ഓൺ നാസ്ഡാക്ക്, സീ ദ മൊമെൻറ്റം. ഞാനിവിടെ പറയുകയാണ്, ഇവിടെ എൻട്രി എടുത്തതിന് ശേഷം പെട്ടെന്ന് ഈ ഒരു റെഡ് ക്യാൻഡിലാണ് എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് സ്വീപ്പ് ചെയ്യുമ്പോൾ ഞാനിവിടെ എഴുതുന്നുണ്ട്, ഇറ്റ് ഈസ് ലിക്വിഡിറ്റി സ്വീപ്പ്, ഇറ്റ് വിൽ കം അപ്പ് എന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഈ ട്രേഡ് താഴോട്ട് പോയതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ വരുമ്പോഴത്തേനും സി അതിനുശേഷം പ്രൈസ് മോളിൽ കയറി നമ്മുടെ ഏരിയ വന്ന് കുറച്ചുകൂടെ വന്നിട്ട് പിന്നെയും താഴെ വന്നു, പിന്നെയും പ്രൈസ് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. സോ ഫൈനലി വന്ന് ടാർഗറ്റ് വന്ന് ഹിറ്റ് ചെയ്തു, നമ്മൾ എക്സിറ്റ് ആയി. സോ ഞാൻ ഇത് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഐ വിൽ നോട്ട് എക്സിറ്റ് അൺലെസ് ആൻഡ് അണ്ടിൽ മൈ ടാർഗറ്റ് ഇസ് ഹിറ്റ് എന്ന് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ചെയ്താക്കുന്ന ട്രേഡ് ഇത് ത്രില്ലിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ത്രില്ലിംഗ് ട്രേഡാണ്. 2-3 പ്രാവശ്യം ഇവിടെ വന്ന് കുറേ നേരം കിടന്ന് വട്ടം കറങ്ങി. സോ ദിസ് ഈസ് ദ ട്രേഡ് സെറ്റപ്പ്. സോ ഇതായിരുന്നു ആദ്യത്തെ ട്രേഡ്. രണ്ടാമത്തെ ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡാണ് ഈ എടുത്താക്കുന്ന ട്രേഡ്. സോ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതും സിമിലർലി ഉള്ള സെയിം തോട്ട് പ്രോസസ്സാണ്. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്തു എന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, എന്തുകൊണ്ട് ഇവിടെ ട്രേഡ് എടുത്തു എന്നുള്ള സിമ്പിൾ റീസണിങ്. നമുക്ക് ഹൈ ആൻഡ് ലോ വെച്ചിട്ട് നമ്മൾ ലിറ്റിൽ സീക്രട്ടിനെ വെച്ചിട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്നുള്ളത്. നോ, ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് സോ ലുക്ക് അറ്റ് ദ ചാർട്ട് ഇൻ 4 hour കൺവേർട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാസ്ഡാക്ക് നമ്മളെപ്പോഴും വി ഹാവ് ടു പ്ലേ വിത്ത് ബിഗർ ടൈം ഫ്രെയിം. ഇതൊരു ഡിഫറെൻറ്റ് ഇൻഡെക്സ് ആണ്, നമ്മളുടെ ഇന്ത്യൻ ഇൻഡെക്സ് പോലെയല്ല, ബിക്കോസ് ദ പാർട്ടിസിപ്പേഷൻ ഈസ് മോർ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചാൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ലെറ്റ് us leave all those things. Now ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും യു ലുക്ക് അറ്റ് ദ സ്ട്രക്ചർ. ഇവിടെ നിന്ന് ഇവിടെ വരുന്നു, കറക്ഷൻ 50%. കറക്റ്റ് അല്ലേ? ഞാൻ ഫിബ് വരച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഏകദേശം 50% കറക്ഷൻ വന്നു. സോ നെക്സ്റ്റ് ലെവലിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ലെവലിൽ വാട്ട് ഹാപ്പൻ? ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാണ് ഇവിടെ നിന്നാണ് അടുത്ത് പോകുന്നത്. സോ അതും കറക്ഷൻ ഈ മൂവ് നടത്തി. ഇവിടെ ഈ കറക്ഷണൽ മൂവ് നടത്തുമ്പോൾ ഇനി അടുത്ത മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സോ ഇറ്റ് ഈസ് ഗോയിങ് ലൈക്ക് ദിസ്. എങ്ങനെയാണ് പോകുന്നത്? ഇവിടുന്ന് പോവാണ് അല്ലേ, ഇവിടുന്ന് മുകളിലേക്ക് പോവാണ്. ഇവിടുന്ന് മേളിലേക്ക് പോകുമ്പോഴത്തേനും ഇങ്ങനെ പോകുന്നു, ചെറിയൊരു ഇടിപ്പ് വരുന്നു, പിന്നെ ഇങ്ങനെ പോകുന്നു, ചെറിയ ഇടിപ്പ് വരുന്നു, ഇങ്ങനെ വരുന്നു, പിന്നെ ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ വാസ് ദർ എനി 50% കറക്ഷൻ? നോ അല്ലേ. 50% കറക്ഷൻ ഇതിൻ്റെ ഇടയ്ക്ക് വന്നോ? ഇല്ല. സോ ലീവ് ഇറ്റ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സോ ഈ വിച്ച് ലോ ക്രിയേറ്റഡ് ദ ഹൈ, എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ വിച്ച് ലോ ക്രിയേറ്റഡ് ദ ഹൈ, ദിസ് ലോ ക്രിയേറ്റഡ് ദ ഹൈ, ഓർ ദിസ് ലോ ക്രിയേറ്റഡ് ദ ഹൈ, ഓർ ദിസ് ലോ ക്രിയേറ്റഡ് ദ ഹൈ. Which law created the high? You tell me. Because the strong law is this. This law created the high. Because this is intermediate law which is not corrected. അല്ലേ, correctional move 50% വന്നിട്ടില്ലാത്തതുകൊണ്ട് we are considering it as intermediate laws and these are called weak laws. Clear? Okay അല്ലേ? അപ്പോൾ ഇത് പല പ്രാവശ്യം ഞാൻ പറയാറുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രക്ചർ ചെയ്ത് നോക്കുമ്പോൾ യു ഷുഡ് നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഓക്കെ, നമ്മൾ കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് ഫ്രെയിം ചെയ്തിരിക്കണം. വിച്ച് ലോ ക്രിയേറ്റഡ് ദ ഹൈ? സിമ്പിൾ തിങ്. ഇഫ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ്, ഗോ ആൻഡ് പ്രാക്ടീസ് മൾട്ടിപ്പിൾ ടൈംസ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് വിച്ച് ലോ ക്രിയേറ്റഡ് ദ ഹൈ ഇൻ ടേംസ് ഓഫ് ദ കറക്ഷണൽ സ്ട്രക്ചർ. സി, മാർക്കറ്റ് ഇങ്ങനെ വന്നു. So this leg and this leg, it should come back and mitigate 50%. Then you can consider this as a strong law. അങ്ങനെ പോയാൽ മതി. Because the trading range what we are going to find out is a small one. അല്ലേ, അവിടെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് വിച്ച് ലോ. കറക്ഷണൽ ലെഗിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വിച്ച് വൺ ഈസ് എ സ്ട്രോങ് ലോ ആൻഡ് വീക്ക് ലോ. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സംശയമില്ലല്ലോ? ഇല്ല. ഇനി നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ എന്താണ്? സോ ദിസ് ലോ ക്രിയേറ്റഡ് ദ
ഹൈ. സോ ഈ ലോ വന്നു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചേക്കുന്നത്? ഈ ലോ ഈവൻ ഇഫ് യു സീ ഹിയർ സീ ദിസ് തിങ് വാട്ട് ഇറ്റ് ഈസ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ആക്കാം. സോ ദിസ് വാസ് എ പുൾ ബാക്ക് ആൻഡ് ദിസ് പുൾ ബാക്ക് മൊമെന്റം സ്ട്രാറ്റജി കമ്മിങ് ബാക്ക് ടേക്കിംഗ് ഇറ്റ് ലൈക്ക് ടൈപ്പ് ഓഫ് ഇൻഡ്യൂസ്മെന്റ് ആൻഡ് സ്വീപ്പിംഗ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ഗോ അപ്പ്. അതല്ലേ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട് യു ആർ സീയിങ് ഹിയർ. ആൻഡ് വാട്ട് ഇസ് ദ ഡേറ്റ്? 15th February ഓൺ ഇൻ എ ലൈവ് ചാർട്ട്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന മൊമെന്റം സ്ട്രാറ്റജി എന്താണ്? മാർക്കറ്റ് വിൽ ഗോ ലൈക്ക് ദിസ്, അങ്ങനെ ഇങ്ങനെ പോകുന്നു. ദെൻ എന്ത് പറ്റി? സോറി, മാർക്കറ്റ് വിൽ ഗോ ലൈക്ക് ദിസ്. എന്നിട്ട് എന്ത് പറ്റി? ക്രിയേറ്റിംഗ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക് ആൻഡ് ദിസ് ലൈൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. എഗെയിൻ മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ് ലൈക്ക് ദിസ്, അങ്ങനെ പോയാൽ then market will come back. What happens? Immediately will come and sweep and market will go up again. Got it? This is the structure of market and this is of paramount importance in trading. Burn this one in your mind or burn this one in your brain. Okay, so what is ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം യു ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് ദിസ് ഞാൻ ഇവിടെ വന്ന് ചിന്തയിലൊക്കെ മണ്ടത്തരങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് ചിന്തിക്കരുത്. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് സ്ട്രക്ചർ ഓഫ് ദ മാർക്കറ്റ്. യു ഹാവ് ടു ലുക്ക് ദ മാർക്കറ്റ് ഇൻ ദിസ് വേ ഓൺലി. അല്ലെങ്കിൽ യു ഹാവ് ടു ടെൽ മീ ഇൻ വാട്ട് എവർ വേ ഹൗ ക്യാൻ വി ലുക്ക് ഇൻ ടു ദ മാർക്കറ്റ്. നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് കടക്കുന്നത്? അല്ലെങ്കിൽ ഗ്രാഫിൽ നോക്കി എങ്ങനെ ഹൗ ക്യാൻ യു പ്രെഡിക്ട് ദ മാർക്കറ്റ്? ഹൗ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷൻ? ഹൗ ക്യാൻ യു തിങ്ക് ahead of the time? Market directional blueprint, how can you understand? This is what I'm asking you. You cannot understand. Otherwise, you bring me some other studies that you can predict the market. You cannot predict without a structure. Structure is everything in the market, and even in the life, structure is important. Without structure, you cannot make anything. Structure is the foundation of everything. For a building, you create a building. Structure is important. For life is chaotic, and it is very, very important. Structure is important. So this structure, what is happening through the structure only? അങ്ങനെ എന്താ പറയുന്നത്? മലയാളം പറയാം. ഓക്കെ. അപ്പം ത്രൂ സ്ട്രക്ചർ ഓൺലി, നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒരു പ്രോപ്പർ സെറ്റപ്പിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ശരിയാണോ അല്ലയോ? നമ്മളുടെ ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിലും സ്ട്രക്ചർ വഴിയാണ് നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതർവൈസ് ഹ്യൂമൻ ലൈഫ് ഈസ് കെയോസ് ആൻഡ് ഇറ്റ് ഈസ് കെയോട്ടിക്. അല്ലേ? ജീവിതം എന്ന് പറയുന്നത് കെയോട്ടിക് ആണ്. ഇറ്റ് ഈസ് എ കൺഫ്യൂഷൻ. സോ ദിസ് കൺഫ്യൂഷൻ ക്യാൻ ബി ഓർഡേർഡ്. യു ഹാവ് ടു ബ്രിങ് ബാക്ക് ദ ഓർഡർ. അല്ലേ? ആ ഓർഡറിനെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു, യു നീഡ് എ സ്ട്രക്ചർ. ആൻഡ് വാട്ട് യു ആർ സീയിങ് ഹിയർ ഇൻ ദ മാർക്കറ്റ് ഈസ് ഓൾസോ ഫോർ സ്ട്രക്ചർ. Burn this in your mind. This is more important. People never understand this and they keep on arguing. My studies are very good. What I am looking at the chart is this blah blah blah. Lot of things are there. Okay. Appo you should not focus on all of those things. You focus on the logic. What I am telling you, is there any logic or not? ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ലോജിക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ you need to look at the chart in this way only. Otherwise you have to focus on some other studies. That is what I am telling you. Okay. Now ഇവിടെ എന്താണ് സംഭവം? ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നത്, സോ ദിസ് ലോ ക്രിയേറ്റഡ് ദ ഹൈ. ഓക്കെ, ദിസ് ലോ ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ലോ. ദിസ് ലോ ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ലോ. ഓക്കെ, കറക്റ്റ് അല്ലേ? അപ്പം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും, സോ ഇവിടെ നോക്കുന്നത് എന്താണ്? എ ഹൈ ഈസ് ക്രിയേറ്റഡ്, എ ലോ ഈസ് ക്രിയേറ്റഡ് അഗെയിൻ, ആൻഡ് ദ ഹൈ ഈസ് ടേക്കൺ ആൻഡ് ദ ലോ ഈസ് ടേക്കൺ. പ്രൈസ് ഡിഡ് നോട്ട് കം ടു മിറ്റിഗേറ്റ് ആൻഡ് പ്രൈസ് ഈസ് ഫോളിംഗ് ഡൗൺ. എക്സാക്ട്? റൈറ്റ് ഓർ നോട്ട്? ക്യാൻ യു സീ ഇറ്റ് ഇൻ ദ ചാർട്ട്? യെസ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഉണ്ട്. ഇനി ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് പ്രൈസ് ഡിഡ് നോട്ട് കം ടു മിറ്റിഗേറ്റ്. സോ ത്രൂ ഔട്ട് ദ മൂവ്, ഇവിടെ മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിലും ഇറ്റ് ഷുഡ് കം ആൻഡ് മിറ്റിഗേറ്റ്. സോ ഇവിടെ വന്നു, മിറ്റിഗേഷന് തിരിച്ചു വന്നോ? ഇല്ല. ഇവിടെ വന്നു, മിറ്റിഗേഷന് തിരിച്ചു വന്നോ? ഇല്ല. ഇവിടെ വന്നു, മിറ്റിഗേഷന് ഈ ഒരു പ്രൈസിൽ റിജക്ട് ചെയ്തു. ആസ് പെർ ദ മൊമെന്റം സ്ട്രാറ്റജി, വാട്ട് ഇസ് ദ ഡയറക്ഷൻ? അപ്സൈഡ്. സോ ഡ്യൂറിംഗ് മാർക്കറ്റ് അവേഴ്സ്, വാട്ട് യു ഷുഡ് തിങ്ക്? Buy and sell. So frame your view and the directional movement, you got it or not? Yes, you got it. അല്ലേ? സോ ഇൻ ദിസ് വേ യു ഹാവ് ടു ലുക്ക് അറ്റ് ദ മാർക്കറ്റ്. സോ മാർക്കറ്റിൽ നിങ്ങൾ ഓരോ ഗ്രൂപ്പിലും കയറി ഇരുന്ന് വെച്ചാൽ അവർ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ദേ ആർ ടെലിംഗ് യു സോ മെനി ബ്ലണ്ടേഴ്സ് ആൻഡ് യു ആർ ഓൾസോ തിങ്കിങ് ലോട്ട് ഓഫ് തിങ്സ്. ആൻഡ് ഓൾ ദീസ് ബ്ലണ്ടേഴ്സ് നമ്മൾ ചിന്തിക്കുന്നു, അതും എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് യു ആർ ഫോമിങ് എ വ്യൂ. ഓക്കെ, ഇന്ന് മാർക്കറ്റ് സെല്ലിംഗ് ആയിരിക്കും. ഓക്കെ, കൊടുത്തേക്കാം, പുട്ട്, ഇറ്റ് വിൽ ഗോ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. സോ യു ഫ്രെയിം എ വ്യൂ, യു ഹാവ് ടു ഫ്രെയിം എ ഡയറക്ഷണൽ വ്യൂ according to the study, according to the structure, according to the viewpoint what you are studying. നമ്മൾ ചുമ്മാതെ അല്ലല്ലോ, മണിക്കൂറുകളോളം ഇതിരുന്ന് നോക്കിയിരുന്ന് പഠിച്ചിട്ടല്ലേ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടല്ലേ ഒരു ഡയറക്ഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. സോ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പം ഇഫ് യു ആർ, നമ്മളുടെ ഡയറക്ഷണൽ അനലൈസിസിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പം 10 ദിവസത്തിൽ 4 ദിവസം നിങ്ങളുടെ അനലൈസിസ് കറക്റ്റ് ആണെങ്കിൽ യു ആർ ആൻ എക്സലൻറ്റ് പ്രൊഫഷണൽ ട്രേഡർ. ദിസ് ഈസ് എ തിങ്. ബിക്കോസ് യു കനോട്ട് മെഷർ യുവർ trading accuracy with respect to your winning days.
That is absolutely wrong. ഞാൻ അതെല്ലാം പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. Now let's come to what is the reasoning behind this. So you got the direction. ആ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. So ഇവിടെ പ്രൈസ് when it is coming and retracing back, your idea is to buy and sell only. Correct? Clear or not? Yes. So price will eventually come back to mitigate 50% or not? Yes. So what is your target? ഇവിടെ ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 50% or not? Yes. Here 1 minute structure. So what was my target? So this is the second trade. So this was a trade. So price has to come back, mitigate 50% or not? Yes. Price mitigated 50% or not? Yes. What is the date today? ഇവിടെ നോക്ക്, ഞാൻ എന്താണ് പറയുന്നത്. ഇവിടെ എന്താണ് ഡേറ്റ്? 15th February. And it is on the live chart now. Not on the post market chart. Live chart എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. This is only possible through Trading Secrets YouTube channel. Please keep in your mind, and you are watching and you are lucky that you are listening to the lesson. And nobody will, on the private groups, nobody will explain you these things because they don't know. And നമ്മൾ ഇതെല്ലാം പഠിച്ചേച്ച് നമ്മളിത് പറഞ്ഞു തരുവാണ് ഓരോരുത്തർക്ക് നിങ്ങൾക്ക്. സോ യു ഹാവ് ടു ഫ്രെയിം ദ വ്യൂ അക്കോർഡിംഗ്ലി. അപ്പോൾ നമ്മൾ പറയുന്നതിന് അപ്പോൾ ചിലർക്ക് ഇതൊന്നും കിട്ടുന്നില്ലെന്ന് പറയുന്നത്. സോ യു ഹാവ് ടു ഗെറ്റ് ഇറ്റ്. ദിസ് ഈസ് ദ ഓൺലി ഡയറക്റ്റ് വേ യു നീഡ് ടു അപ്രോച്ച് ദ മാർക്കറ്റ്. ഇതിനെ ബേസ് ചെയ്ത് പല പല സ്റ്റഡീസ് ഉണ്ട്. ഇഫ് യു ക്യാൻ ഫ്രെയിം എ വ്യൂ ലൈക്ക് ദിസ് ആൻഡ് ലുക്ക് ഇൻ ടു ദ മാർക്കറ്റ്, നമ്മൾ പഠിക്കുന്ന ഇതേ രീതിയിൽ തന്നെ മാർക്കറ്റിനെ കണ്ടു പഠിക്കാമെങ്കിൽ യു വിൽ ഗെറ്റ് ദ എൻട്രി. യു വിൽ ഗെറ്റ് ദ എൻട്രി ബിഫോർ എനിബഡി ഗെറ്റ്സ് ദ എൻട്രി. ദാറ്റ്സ് എ തിങ്. മനസ്സിലായോ? അതാണ് നമുക്ക് വേണ്ടത്. സോ നിങ്ങൾ ഇതിനകത്തൊരു 100 പേര് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരേ ടൈപ്പിൽ ഒരു എൻട്രി കിട്ടുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ തിങ്കിങ് ദ സെയിം. ഇന്നലെ ഒരാൾക്ക് സെയിം എൻട്രി കിട്ടി, ഓക്കെ, ഞാൻ എടുത്ത അതേ ട്രേഡിനകത്ത്. സോ ദാറ്റ് മീൻസ് വി ആർ ഓൾ ടുഗെദർ ലേണിംഗ് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ഓൺ ദ സെയിം സെറ്റപ്പ് ആൻഡ് ഇറ്റ് ഇസ് ഓൺ ദ വൺ തിങ്. ഓക്കെ, നൗ ഇവിടെ വന്നു പ്രൈസ് താഴെ പോയി. സോ പ്രൈസ് താഴെ പോകുമ്പം നമ്മളിവിടെ എന്താണ് ചിന്തിക്കുന്നത്? സോ വാട്ട് വാസ് ദിസ് ഏരിയ? എന്തുകൊണ്ടാണ് ഇവിടെ പ്രൈസ് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഐ വിൽ നോട്ട് എക്സിറ്റ് എന്ന് പറയുന്നുണ്ട്. വൈ ഐ വാസ് ഷുവർ? സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് ക്യാൻഡിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പം ഇവിടെ ഒരു 2 പ്രാവശ്യം പുറത്ത് അടിപ്പോയിട്ടുണ്ട് അല്ലേ? മാക്സിമം നമ്പർ ഓഫ് ക്യാൻഡിൽസ് ഇതിനകത്താണ് കിടക്കുന്നത്. അതെ, മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടം വരെ ഒന്ന് വലിച്ചു നോക്കിയാൽ മതി. സ്കെയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അടിച്ച് നോക്കുക. അപ്പോൾ എത്ര വന്നത്? 217 ബാർസ് ഉണ്ട്, ഉണ്ടോ ഇവിടെ എഴുതി കാണിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഇവിടുന്ന് എത്രയുണ്ട്? 77 ബാർ പുറത്തുണ്ട്. 77 ബാറില്ല, ഇവിടെ ഈ ബാറും കൂടെ കുറച്ചാൽ മതി. ഇവിടുന്ന് എക്സ്ട്രാസിൽ 25 ബാർ പുറത്ത്. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാലോ 19 ബാർ പുറത്ത്. അപ്പോൾ 25 20 45 ബാർ പുറത്ത്, ബാക്കി 217 ബാർ ഇൻസൈഡ്. സോ ദിസ് വാസ് എ കൺസോളിഡേഷൻ ഫേസ്. നാച്ചുറലി ആസ് പെർ ദ സ്റ്റഡി എന്താണ്? നാച്ചുറലി ദിസ് ഏരിയ വിൽ ഹാവ് ലോട്ട് ഓഫ് ലിക്വിഡിറ്റി ഓർഡേഴ്സ്. ഓക്കെ, സോ നമ്മളുടെ എൻട്രി തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും യു ഷുഡ് ഫീൽ ദാറ്റ് വാട്ട് ഹാപ്പൻസ്, ദിസ് ഏരിയ ഈസ് ഓഫ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ്, മാർക്കറ്റ് വിൽ ഗോ ഹിയർ ആൻഡ് ദെയർ. സോ നമ്മൾ അതിനകത്ത് കിടന്നുകൊണ്ട് വട്ടം കറങ്ങുമ്പോൾ ഈ എൻട്രി ഇവിടെ എടുക്കുമ്പോൾ സം ടൈംസ് നമുക്ക് വൺ സൈഡ് കിട്ടും, സം ടൈംസ് ഇതിവിടെ പുൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മളവിടെ എൻട്രിക്ക് കാണുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇൻ കേസ് എൻട്രി തെറ്റിപ്പോയി കഴിഞ്ഞാലും ഇറ്റ് വിൽ കം ബാക്ക് ടു ദിസ് ഏരിയ ഇമ്മീഡിയറ്റ്ലി. മനസ്സിലായോ? എന്നിട്ട് അവിടെ കുറച്ച് നേരം മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുള്ളൂ. ആ സമയത്ത് നമുക്ക് എന്താണ് തോന്നുന്നത് അന്നേരം എക്സിറ്റ് ചെയ്യുക. ഐ വാസ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഐ വിൽ നോട്ട് എക്സിറ്റ് ദ ട്രേഡ്. അതാണ് എൻ്റെ പ്ലാൻ. സോ രണ്ടാമത്തെ മൂവ്മെൻറ്റിൽ ഇവിടെ നിന്ന് വന്നിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ദാറ്റ് ഐ ഗോട്ട് ദ ടാർഗറ്റ്. സോ ഇവിടെ അത് സംഭവം ക്ലിയർ ആണല്ലോ. സോ ഇവിടെ നമ്മൾ എന്തെല്ലാം കോൺഫ്ലുവൻസസ് ആണ് കണ്ടത്? ഇവിടെ നമ്മൾ കണ്ടാക്കുന്ന കോൺഫ്ലുവൻസസ് ഇവിടെ എൻട്രിക്ക് വരുമ്പോൾ, സോ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ഈ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്, സോറി നമുക്കിത് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പം ഇവിടെ 1 മിനിറ്റ് സ്ട്രക്ചറിൽ നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ ഇത് ഞാൻ ടാർഗറ്റിലോട്ട് വെയിറ്റ് ചെയ്യുകയാണ്. മേ ബി ഇത് കുറച്ച് റിവൈസ്ഡ് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഞാനിവിടെ വെച്ചാക്കുന്നുണ്ട്. ഓക്കെ, കയറ്റി വെച്ചേരാം. ഇനിയിപ്പോൾ 0 റിസ്ക്കാണ്. സോ ഐ ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ഇറ്റ്. കിട്ടിയാൽ കിട്ടി, ഇല്ല പോയി. അങ്ങനെയാണ്, അതാണ് നമ്മുടെ ടെക്നിക്ക്. ഓക്കെ, സോ യു ഷുഡ് ഹാവ് ഇമോഷൻലെസ് ട്രേഡിങ്. അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഒരു പ്രശ്നമില്ല, നമ്മൾ ഹാപ്പി, മാർക്കറ്റിംഗ് ഹാപ്പി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഇതായിരുന്നു എൻട്രി ക്യാൻഡിൽ. സോ പ്രൈസ് വാസ് കൺസിസ്റ്റൻ്റ്ലി കമ്മിങ് ഡൗൺ അല്ലേ? കൺസിസ്റ്റൻ്റ്ലി കമ്മിങ് ഡൗൺ എന്ന് പറയുമ്പം നമ്മൾ ഇവിടെ ഒരു സംഭവം നോക്കണം. സോ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് 50% കയറി, ഇവിടെ 50% കയറി, ഇവിടെ 50% കറക്ഷൻ, ഇവിടെ 50% കറക്ഷൻ, ഇവിടെ 50% കറക്ഷൻ വന്നോ? ഇല്ല. ഓൺ ദിസ് സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ദിസ് ഈസ് 50% കറക്ഷൻ ഓൾറെഡി ഡൺ അല്ലേ? സോ ഈ ഒരു മിറ്റിഗേഷൻ ഫേസിൽ 50% കറക്ഷൻ കംപ്ലീറ്റ്ലി ഡൺ. പിന്നെ പ്രൈസ് ഇവിടെ താഴോട്ട് വരേണ്ട കാര്യം ഇല്ല ആക്ച്വലി. അതുകൊണ്ടാണ് നമ്മളിവിടെ കയറി എൻട്രി എടുത്തേണ്ട ഒരു ബേസിക് റീസൺ. 50% കറക്ഷൻ ഇവിടെ വന്നത് 50% കറക്ഷൻ വന്നു. സോ ഇനി നമ്മളിവിടെ നോക്കുമ്പം ഈ ഒരു ഏരിയയിൽ 50% കറക്ഷൻ വന്ന ഏരിയയിൽ പ്രൈസ് എവിടം വരെ വന്നു? ഇവിടം വരെ വന്നു. നോക്കിയേ, ക്വിക്ക് സ്വീപ്പ് ഇവിടം വരെ വന്നു. 50% ഏരിയയിൽ ദ മേജർ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരുന്നു അല്ലേ? ഇതുണ്ടോ? ഈ ഒരു ഏരിയ ആയിരുന്നു.
ആ ഏരിയയുടെ 50% എക്സാക്ട്ലി മാർക്കറ്റ് ടാപ്പ് ചെയ്തു. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രീവിയസ് ഏരിയ ഏതെല്ലാം ഏരിയയിൽ കൂടെയാണ് അത് കടന്നു പോയേക്കുന്നത്? ബ്രേക്കപ്പ് സ്ട്രക്ചറിൻ്റെ മുകളിൽ എടുത്തു. അതുപോലെ തന്നെ അതിനുശേഷം വന്നാക്കുന്ന മിറ്റിഗേഷൻ 50% വന്നു. സോ ഈ ബ്രേക്കപ്പ് സ്ട്രക്ചറിലും ഇവിടെയും വന്നിരിക്കുന്ന ഓർഡേഴ്സ് കംപ്ലീറ്റ്ലി ടേക്കൻ. ആക്ച്വലി ഇവിടം വരെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യേണ്ടതായിരുന്നു. ബിക്കോസ് ഇവിടെ എല്ലാം 3 ക്യാൻഡിൽ പുൾ ബാക്ക് അല്ല. സോ അതുകൊണ്ട് അത് വന്നില്ല എന്ന് നമുക്ക് കണക്ക് കൂടാം. അപ്പോൾ ഇതാണ് ഇതിനകത്തെ കാര്യം. സോ ഇവിടെ മാർക്കറ്റ് ഇറങ്ങി ടാപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ഐഡിയ വാസ് കറക്റ്റ്, ബട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ ഇതിന് താഴോട്ട് പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് ഉണ്ടാകുന്നുള്ളൂ. എങ്കിൽ പോലും കുറച്ച് പോയിന്റ് നഷ്ടപ്പെടും, എന്നാലും സാരമില്ല. സെറ്റപ്പ് വാസ് പെർഫെക്റ്റ്. അങ്ങനെ നോക്കിയപ്പോൾ അതിനുശേഷം വീണ്ടും തിരിച്ച് മാർക്കറ്റ് ഇവിടെ വന്ന് കയറി. ഇവിടുത്തെ ഈ ക്യാൻഡിൽ കണ്ടപ്പോൾ ഐ വാസ് ഷുവർ ഇതുണ്ട്, ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിലാണ്. സോ പുൾ ബാക്ക് ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് മാർക്കറ്റ് ഇസ് ട്രൈങ് ടു ഗോ അപ്പ് സൈഡ്. ഇവിടെ നോക്കി അതിനുശേഷം ആ പുൾ ബാക്ക് ഈസ് മിറ്റിഗേറ്റഡ്. ദെൻ അഗെയിൻ അത് ഹെവി മൊമെൻറ്റത്തിൽ 2 പ്രാവശ്യം ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ക്രോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? മാർക്കറ്റ് അപ്പ് സൈഡിലേക്കാണെന്നുള്ളതാണ്. സോ അടുത്ത ക്യാൻഡിൽ നമുക്ക് കോസ്റ്റ് മുകളിൽ കിട്ടി കഴിയുമ്പോഴത്തേനും കോസ്റ്റ് പിന്നീടുള്ള മൂവ്മെൻറ്റിൽ ഒന്നെങ്കിൽ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം മാക്സിമം ടു വെയിറ്റ് അപ് ടു ദ ടാർഗറ്റ്. ദാറ്റ് വാസ് ദ പ്ലാൻ. അങ്ങനെ അത് ഹിറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇവിടുത്തെ ട്രേഡ് പോയോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. ഇല്ല. സോ ഓൾമോസ്റ്റ് റീച്ചിങ് ടാർഗറ്റ്. ഇപ്പം ഞാനിത് എക്സിറ്റ് ചെയ്തേക്കാം. ഇതും സെയിം സിമിലർ തോട്ട് പ്രോസസ്സ്. ഇവിടെ എന്താണ് സംഭവം? ഇവിടെ നോക്കി, എ ലോ ഈസ് മെയ്ഡ്. ഇവിടെ എ ലോ ഈസ് മെയ്ഡ്, ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് ടേക്കൻ, പ്രൈസ് കം ടു മിറ്റിഗേറ്റ് ആൻഡ് ക്രിയേറ്റഡ് എ ന്യൂ ഹൈ ആൻഡ് ലോ. സോ അഗെയിൻ നമ്മുടെ ആക്ടിവിറ്റി തുടങ്ങും. ലോ ഈസ് മെയ്ഡ്, ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് ടേക്കൻ, പ്രൈസ് കം ടു മിറ്റിഗേറ്റ് ഓൺ ദ 50%. സോ അങ്ങനെ ഒരു എൻട്രി നമ്മൾ കാണുവാണ്. അപ്പോൾ ഇവിടെ വന്നു ഇപ്പം എന്താണ്? പ്രൈസ് കം ടു മിറ്റിഗേറ്റ്. സോ ബിഗ്ഗസ്റ്റ് ആം ഏതാണ്? ഇത് ഹൈ ഈസ് ടേക്കൻ, ഹൈ ആണിത്, ഹൈയും ലോയും അല്ലേ? സോറി, ലോ ഈസ് മെയ്ഡ്, ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് ടേക്കൻ, ഹൈ ഈസ് ടേക്കൻ. അപ്പോൾ ഇതിൻ്റെ ഈ ഹയസ്റ്റ് ലെങ്തിൽ നമുക്ക് ഇതിൻ്റെ 50% നോക്കി. ഇതിപ്പോൾ എങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല. 50% ഏകദേശം എന്ന് പറയുമ്പോഴത്തേനും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇതുണ്ടോ? കണ്ടോ? എക്സാക്ട്ലി ഇവിടെ വരും. സോ ഇനി ഇതിൻ്റെ ഈ ഒരു ആം വെച്ച് നോക്കി എങ്ങനെ വരും നോക്കി. ഈ ഒരു ആം വെച്ച് നോക്കി, ഇതും കൂടെ ഞാൻ ഈ ആമാ കൺസിഡർ ചെയ്താൽ നേരം. അതാണ് നമ്മുടെ എൻട്രി. ഇച്ചിരി ഇത് പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു. ഇതുണ്ടോ? കറക്റ്റ് കിട്ടി. കണ്ടോ? ഇവിടെ കണ്ടോ? എക്സാക്ട്ലി ഒരു പൊടിക്ക് ഒരു വ്യത്യാസമുള്ളൂ. നമ്മൾ ഇതിനെ ഇങ്ങനെ നോക്കിയാലും ഹയസ്റ്റ് ആം വെച്ച് നോക്കിക്കഴിഞ്ഞാലും പ്രൈസ് കെയിം ടു മിറ്റിഗേറ്റ്. അപ്പോൾ ഈ മിറ്റിഗേഷൻ ഇവിടെ നമ്മൾ കാണുമ്പം വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട് ദ മാർക്കറ്റ്? ഇസ് ഇറ്റ് ഓൺ ദ അപ്പർ സൈഡ് ഓർ ഇതിൽ ഡൗൺ സൈഡിലേക്ക് പോകാനാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്? ഈ എൻട്രി കാണുമ്പം നിങ്ങൾ ഓർക്കും ഞാൻ ചുമ്മാതെ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നത്. യു നോ ദാറ്റ് ഐ എം ഡൂയിങ് ലോട്ട് ഓഫ് തിങ്സ് അല്ലേ? അപ്പം ഇതിനകത്ത് ഡൗട്ടിൻ്റെ ഒന്നും കാര്യമില്ല. ഐ ഡിഡ് ദിസ് എൻട്രി ഓൺ ദ സെക്കൻഡ് എൻട്രി, ഇറ്റ്സ് സ്റ്റിൽ റണ്ണിങ്. ഐ വിൽ വെയിറ്റ് അപ് ടു ഇതിൻ്റെ ടാർഗറ്റ് അടിക്കുമെന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ ട്രെയിലിംഗ് എസ് എൽ. അപ്പം ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ ട്രെയിലിംഗ് എസ് എൽ വരുമ്പോഴത്തേനും ആ കാര്യം കൂടെ പറഞ്ഞു പോകാം. ട്രെയിലിംഗ് എസ് എൽ നമ്മൾ എവിടെയൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഈ സംഭവം ഇങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഡയറക്ഷണൽ അനലൈസിസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ? വന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ മാർക്കറ്റ് വരുമ്പം വാട്ട് ആർ യു തിങ്കിങ്? ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേനും എന്താ നമ്മൾ കാണുന്നത്? ഞാൻ പറഞ്ഞു ദീസ് റെഡ് ക്യാൻഡിൽസ് ഒന്നും നമ്മുടെ ലോകാവസാനമല്ല. ബിക്കോസ് ഈ ബെയർ ക്യാൻഡിൽ എന്ന് പറയുന്നത് അത് കാണുമ്പോൾ നമ്മൾ പേടിക്കരുത്. ബിക്കോസ് ഇറ്റ് ഈസ് മിറ്റിഗേഷണൽ കറക്ഷൻ ഇൻ ദ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ഏരിയയിൽ പ്രൈസ് ടച്ച് ചെയ്യാത്ത ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയിലോട്ട് പ്രൈസ് വന്നിട്ട് അവിടെ കിടക്കുന്ന ഓർഡേഴ്സ് ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം, അതായത് അവിടെ കിടക്കുന്ന ഓർഡേഴ്സ് മുഴുവനും എടുത്ത് മുകളിലേക്ക് പോകുന്ന ഭാഗമാണ് ദിസ് റെഡ് ക്യാൻഡിൽസ്. മനസ്സിലായോ? അപ്പം നമ്മൾ അത് ലിക്വിഡേഷൻ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഈ ട്രേഡിംഗ് സെറ്റപ്പ് പ്രാക്ടീസ് ചെയ്ത് നിൽക്കുമ്പം പല പ്രാവശ്യം കാണുമ്പം യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ സ്ട്രക്ചർ, വാട്ട് ഈസ് ദ മാർക്കറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട്, വാട്ട് ഈസ് ദ കറണ്ട് ഓഫ് ദ മാർക്കറ്റ്. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ നോക്കുന്നത്? 4 hour ടൈം ഫ്രെയിമിൽ ബിഗിനിങ് ഓഫ് ദ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡയറക്ഷണൽ പ്രഡിക്ഷൻ യു ഹാവ് ടു ലുക്ക് ഇൻ ദ ചാർട്ട് ഇൻ സച്ച് എ വേ. നമ്മൾ നോക്കുന്നത് ഏത് ഡയറക്ഷനിലോട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് വന്നാക്കുന്ന ഫ്രെയിമിംഗ് എന്താണ് മാർക്കറ്റിൻ്റെ? ബിക്കോസ് അതിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഡയറക്ഷണൽ അനലൈസിസ് ഈസ് ബുള്ളിഷ്, ബൈ ആൻഡ് സെൽ ഈസ് യുവർ ആക്ടിവിറ്റി. സോ വെൻ യു വിൽ ഫോം ആൻ എൻട്രി, when the price is coming in a mitigational 50%, this is a good area to enter. ബിക്കോസ് ഇവിടെ ഈ ട്രേഡിങ് ചെയ്യുമ്പം നമുക്ക് പല പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂസ് മൂവിൽ നമുക്കിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കണ്ടിന്യൂസ് മൂവ് നടന്നതിന് ശേഷം വീണ്ടും അവിടെ പോയി സെല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു don't sell at the bottom of the range, don't buy at the top of the range. See, that's a basic principle
അല്ലേ? അപ്പം എല്ലാവരും അങ്ങനെ പറയും, ഏറ്റവും മുകളിൽ മേടിക്കരുത്, ഏറ്റവും താഴെ സെല്ലും ചെയ്യരുതെന്ന് പറയും. ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യരുത്, ഇറ്റ് വിൽ ബി ഇൻ ലോസ് എന്ന് പറയും. ബട്ട് യു ഡോണ്ട് നോ വാട്ട് ഈസ് ദ ടോപ്പ് ഓഫ് ദ റേഞ്ച് ആൻഡ് വാട്ട് ഈസ് ദ ബോട്ടം ഓഫ് ദ റേഞ്ച്, യു ഡോണ്ട് നോ, അല്ലേ? ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. സോ ഈ സബ്ജക്റ്റിവിറ്റി, ഹൗ വിൽ യു കണക്ട്? യു വിൽ കണക്ട് ദ സബ്ജക്റ്റിവിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ മാർക്കറ്റ് സ്ട്രക്ചർ. ദിസ് ഈസ് ദ ലോജിക്ക്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ അനലൈസ് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ സമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളിപ്പോൾ മുഴുവൻ മറന്നുപോയോ? ഇല്ലല്ലോ. സമ്മറി എന്ന് പറയുന്നത് 4 hour ടൈം ഫ്രെയിമിൽ യു വിൽ ലുക്ക് ദ ഡയറക്ഷൻ, നമ്പർ 1. നമ്പർ 2, അതിനുശേഷം 4 hour ടൈം ഫ്രെയിമിൽ അവിടെ എന്തെങ്കിലും പുൾ ബാക്ക് ഏരിയ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അവിടെ അത് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഉണ്ടെങ്കിൽ ആ ലൈൻ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതിനുശേഷം നമ്മൾ 4 hour ടൈം ഫ്രെയിമിൽ എൻട്രിക്ക് അവിടെ ഒന്നും ഫോം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവിടുത്തെ 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് 4 hour ടൈം ഫ്രെയിം ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളുടെ ഇത് നാസ്താക്കാണ് കേട്ടോ. 1 hour, ഇവിടെ 4 hour. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. നൗ മാർക്കറ്റ് ഒരു കൺസിസ്റ്റൻറ്റ് റാലി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടത്തി കഴിയുമ്പോഴത്തേനും സ്ട്രക്ചറൽ വൈസിൽ നമ്മുടെ ലിറ്റിൽ സോങ് പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഹൈ ക്രിയേറ്റ് ചെയ്താൽ വീണ്ടും ലോ ക്രിയേറ്റ് ചെയ്യണം. യു റിപ്പീറ്റ് ദ ലിറ്റിൽ സോങ്, നമ്മുടെ ലിറ്റിൽ സോങ് സീക്രട്ടിനെ പറ്റി റിപ്പീറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ ഇതിനെ ടാക്കിൾ ചെയ്യുക. അതിനുശേഷം ആ ഒരു ഏരിയയുടെ 50% വരുന്നുണ്ടോ ഇല്ലയോ നോക്കുക. മാർക്കറ്റ് തിരിച്ചിറങ്ങി വരുമ്പോൾ 50% ആണോ വരുന്നതെന്ന് നോക്കുക. അപ്പം ഡയറക്ഷണൽ അനലൈസിസ് നമ്മൾ ആദ്യം നടത്തിയേക്കുന്നത് അത് പോസിറ്റീവ് സൈഡിലേക്കാണെങ്കിൽ, അതായത് ബൈയിങ് സൈഡിലേക്കാണ് നമ്മൾ നടത്തിയിരിക്കുന്നതെങ്കിൽ, അപ്പം ബൈയിങ്ങിലേക്ക് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഡോണ്ട് ലുക്ക് ഫോർ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. വൈ യു വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഫോർ ദ ഇന്റർമീഡിയറ്റ് ട്രെൻഡ്? ബിക്കോസ് യുവർ മാർക്കറ്റ് അനലൈസിസ് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്, മേജർ ടൈം ഫ്രെയിമിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മേജർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇസ് കമ്മിങ് ഡൗൺ, ലിക്വിഡിറ്റി സ്വീപ്പ് ഈസ് ഹാപ്പൻഡ്. ദെൻ വന്ന വഴിക്ക് ഇവിടെ മിറ്റിഗേഷൻ നടന്നിട്ടില്ല. സോ ഇവിടെ 50% മേജർ ടൈം ഫ്രെയിമിൻ്റെ കാര്യം വരുന്നത്. ഇറ്റ് ഹാസ് ടു കം ബാക്ക് ടു മിറ്റിഗേറ്റ്, ദെൻ ഇറ്റ് ഹാസ് ടു കം ഡൗൺ, then it has to come down, mitigate, then it has to come down. ഇങ്ങനെയാണ് പോകുള്ളൂ മാർക്കറ്റ്. മനസ്സിലായോ? അതായത് ഇറ്റ് ഇസ് ലൈക്ക് എ റിവർ ആൻഡ് ദ റിവർ ഹാസ് എ കറണ്ട് ആൻഡ് ദ കറണ്ട് ഈസ് വെരി ഫ്ലെക്സിബിൾ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിക്കൊണ്ടിരിക്കും. സോ ഇതാണ് ഇതിനകത്തെ കാര്യം. ഇവിടെ കിട്ടിയോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഹയർ ടൈം ഫ്രെയിമിൽ ആക്ടിവിറ്റി നോക്കിയിട്ട് യു ആർ ജഡ്ജിങ് ദ മാർക്കറ്റ് ഓൺ ദ ഹയർ ടൈം ഫ്രെയിം. അപ്പോൾ മാർക്കറ്റ് നമ്മളോട് ഇത് പറയും. സോ നമ്മളിത് കണ്ട് പ്രാക്ടീസ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു അനലൈസിസ് നിൽക്കുമ്പം യു വിൽ ഗെറ്റ് ദ ഡയറക്ഷൻ. കുറച്ചാൾ കഴിയുമ്പോഴത്തേനും കിട്ടാതിരിക്കത്തില്ല. How am I getting the entry? Same way you will also get it. ഒരു കുറച്ച് പേഷ്യൻസോട് കൂടി കുറച്ച് നാൾ കൂടെ മുന്നോട്ട് പോകട്ടെ, അപ്പം നമുക്ക് കിട്ടും. സോ അതുവരെ നമ്മൾ പേഷ്യൻസോട് കൂടി മാർക്കറ്റിൽ ഇരിക്കുക, പ്രാക്ടീസ് ആണ്ടെ നമ്മളിവിടെ വന്നിപ്പം ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് നിന്നുകൊണ്ടിരുന്നത്. മാർക്കറ്റ് ഇവിടം വരെ എത്തി. സോ ഐ എം എക്സിറ്റിംഗ് ദ ട്രേഡ്. ഇനി സമയമില്ല, ഓൾറെഡി ഇപ്പോൾ 1:59, 2 മണിയായി ഇന്ത്യൻ ടൈം. അപ്പോൾ ഇതാണ് ഇതിനകത്തെ കാര്യം. ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് ഓൾറെഡി ഞാനിപ്പോൾ ടാർഗറ്റ് താഴ്ത്തി. സോ നമ്മുടെ ടാർഗറ്റ് ഈസ് ഹിറ്റ് എന്ന് കൂട്ടിക്കോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ലൈവ് സെഷൻ്റെ ഇതിൽ വരിക. നമുക്ക് വീണ്ടും അടുത്ത ഇമോഷണൽ മാനേജ്മെൻറ്റിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് വീഡിയോ വരുന്നുണ്ട്. ഓക്കെ. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. കമൻറ്റ് എഴുതാൻ മറക്കരുത്. ഐ വാണ്ട് യുവർ കമൻറ്റ്സ്. ഓക്കെ. താങ്ക് യു വെരി മച്ച്.